എപ്പോഴാ ബോഡി കണ്ടേ? സർ, രാവിലെ 6 മണിയോട് കൂടി കണ്ടെന്നാ സാക്ഷി പറഞ്ഞത്. ബോഡി ആദ്യം ആരാ കണ്ടേ? ഇതാ അയാളാണ്. രാവിലെ വെളിക്കിരിക്കാൻ വന്നപ്പോൾ കണ്ടു എന്നാണ് അയാൾ പറഞ്ഞത്. അയാളുടെ വിളി കേട്ടിട്ട് നാട്ടുകാരെ കൂടി എന്ന് അറിയാൻ കഴിഞ്ഞത്. അയാൾ ആ ഷോക്കിന് ഇതുവരെ മാറിയിട്ടുമില്ല. ഡോ, അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. ഡോ, ഇവിടെ എന്താ തന്റെ പേര്? രഘു. സാർ, ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുമെങ്കിലും ആരും അങ്ങനെ നടന്നു പോകുന്ന വഴിയല്ല. ഇടയ്ക്കൊക്കെ പുലി ഇറങ്ങുന്ന വഴി കൂടിയാണ്. താനിവിടെ വരുമ്പോ ആരെങ്കിലും നടന്നു പോയോ, ഏതെങ്കിലും വാഹനം കടന്നു പോവുകയോ ചെയ്യുന്ന കണ്ടിരുന്നോ? അത് സാറേ, ഈ ഹരിസാറിന്റെ വാഹനം ഇതുവഴി കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏത് ഹരി? അത് ഈ റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന സാർ, അയാൾ ഈ നാട്ടിലെ പ്രമുഖനായ വ്യവസായിയാണ്. ഇതിനപ്പുറത്തുള്ള കോറുകളെല്ലാം അയാളുടേതാണ്. നീ എന്താ കണ്ടത്? തെളിച്ചു പറ. ആരെങ്കിലും ഓടി വരണേ. നീ കണ്ടത് അയാളുടെ വാഹനം തന്നെയാണെന്ന് തനിക്കെന്ത് അത്ര ഉറപ്പ്? ഹരിസാറിന്റെ വാഹനത്തിന്റെ നമ്പർ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു ഫാൻസി നമ്പറാണ്. സുരേഷേ, അയാളെ വിടണ്ട. അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് അയാളെ പറഞ്ഞു വിട്ടാൽ മതി. ശരി സാർ. നമ്മുടെ കാരണം അവൻ ഉപയോഗിച്ചിരിക്കുന്നതിന് പോലീസിന് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം രൂക്ഷമായാൽ അത് നമ്മളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നറിഞ്ഞാൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ട 25 കോടിയേക്കാൾ വലിയ പ്രശ്നങ്ങളപ്പം നാട്ടിൽ നടക്കുന്നത്. സജീവുമായി നമുക്കുള്ള ബന്ധത്തിന്റെ ഒരു കഥയും പുറത്തറിയാൻ ഇടവരരുത്. അത് നമുക്ക് പണിയാണ്. സൂക്ഷിക്കണം. ഇവിടെ കടന്ന് ചാവണ്ടെന്നുണ്ടെങ്കിൽ സാറി വെച്ചിന് മറുപടി പറഞ്ഞോ? നീയാണ് ചെയ്തെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കടന്ന് ചാവണ്ടെങ്കിൽ സത്യം പറഞ്ഞോ? എന്താടോ, എന്തായി? എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രഷർ. പക്ഷേ എനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എന്തു പറയാനാ? താങ്കളുടെ കാറിലാണ് നടിയുമായി അയാൾ പോയത്. സി മിസ്റ്റർ പ്രേം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. നിങ്ങളീ പറഞ്ഞ വാഹനം എൻ്റെതാണ്. ബട്ട് എനിക്ക് 20-ലേറെ വാഹനങ്ങളുണ്ട്. ഇത് ആരൊക്കെ എപ്പോഴൊക്കെ ഓടിക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്ന കാര്യമല്ല. ശരി, താങ്കൾക്ക് അതേക്കുറിച്ച് വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ വിളിക്കാൻ പഠിക്കണ്ട. ശരി. നിങ്ങളെന്താ സജി അറിയില്ല എന്ന് പറഞ്ഞത്? അവനറിയാന്ന് പറഞ്ഞിട്ട് വേണം അതിൻ്റെ പുലിവാലി പിടിച്ച് ഞാൻ നടക്കാനല്ലേ? ഇതിപ്പോ അവനിവിടെ വന്നിട്ടുള്ളതിന്റെ എന്തെങ്കിലും തെളിവ് പോലീസിന് കിട്ടിയാൽ ചെയ്യാത്ത തെറ്റ് മുഴുവൻ നിങ്ങളുടെ തലയിലാവും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ഹരി. അയാളെ ഉപയോഗിച്ച് നിന്നെ ഇവിടെ നടക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാൻ പറയുന്ന കേട്ടനുസരിച്ച് നിന്നാൽ നിനക്ക് ഇവിടെ നിന്ന് സുഖമായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. നമസ്കാരം. നമ്മളിപ്പോൾ ഹരിയുടെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ റാഫിയുടെ വീട്ടിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സത്യത്തിൽ താങ്കൾക്ക് സജീവമായി യാതൊരു ബന്ധവുമില്ല എന്ന വാദം പൊളിയുകയല്ലേ? എന്തിനാ മോള് വായത്തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത്? നടി കൊല്ലപ്പെട്ട കേസിൽ പ്രമുഖ വ്യാപാരി ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സജിയും ഹരിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിനു ശേഷമാണ് പോലീസ് ഹരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ 25 കോടി കൊടുക്കാനൊന്നും മെനക്കെടണ്ട. நீ சொல்றது சரிதான். ஆனா அவன்கிட்ட தொடர்பு இருக்கிறது வெளியே தெரிஞ்சா ரொம்ப அசிங்கமாயிடும். അതൊന്നും ഇപ്പോൾ വേണ്ട. നമുക്ക് തൽക്കാലം മാറി നിൽക്കാം. നീ അതിനുള്ള വഴിയിൽ നോക്കാം.
ഇതൊന്നും ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നില്ല, മറ്റാരോ എവിടെയോ. ഏട്ടൻ ഇനി അതോർത്തൊന്നും വിഷമിക്കേണ്ട. ഇനിയുള്ളതെല്ലാം പോലീസ് നോക്കിക്കോളും. ഇല്ലടി, ഇനി ഇതെൻ്റെ തലയിൽ തന്നെ വരും. അതെന്താ? അതങ്ങനെയാ. അവർക്ക് വേണ്ടത് ഒരു കൊലപാതകയും അതിനുള്ള തെളിവുകളാണ്. ഒരുപക്ഷെ സജി അറിയാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അവർക്ക് പറ്റിപ്പോയതോ മനഃപൂർവ്വമായിരിക്കും എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചത്. പക്ഷെ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ ജനം പോലീസിനെതിരെ തിരിയും. അതിനുള്ള അവസരം അവന്മാരുണ്ടാക്കില്ല. ഏട്ടാ, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഗുരുവായൂരപ്പം നമ്മുടെ കൂടെയുണ്ട്. മോൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. ശരിയാ, അവൻ ആകെ വിഷമത്തിലാ. അവൻ്റെ അച്ഛൻ ഒരു ജയിൽ പുള്ളിയായതിന് അവൻ്റെ കൂട്ടുകാരൊക്കെ അവനുമായിട്ട് അകൽച്ചയില്ല. ഡോ, ഈ കേസ് ഒരു വഴിക്കുമെത്തായിരുന്നാൽ നമ്മുടെ പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. സാർ, എൻ്റെ അഭിപ്രായത്തിൽ ഈ കേസിനി ഒഫീഷ്യലായിട്ട് അന്വേഷിക്കുന്നതിനേക്കാളും നല്ലത് മറ്റേതെങ്കിലും വഴി നോക്കുന്നതായിരിക്കും സാർ. അത് ശരി സാർ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സാർ, ഈ കേസ് ഇതിനു മുന്നേ അന്വേഷിച്ചിരുന്ന പ്രേം ഒരു അപകടത്തിൽപ്പെട്ട് ലീവിലാണ് സാർ. കാലിനൊക്കെ സാരമായിട്ട് പരിക്കുമുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ചെന്ന് നേരിൽ കണ്ട് ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഒരു തുമ്പെങ്കിലും കിട്ടാതിരിക്കില്ല സാർ. പിന്നെന്തിനാ മടിക്കുന്നത്? നമുക്ക് ആ വഴിക്ക് നീങ്ങാം. ഓക്കെ സാർ. നാളെ നിങ്ങൾ രണ്ടുപേരും ലീവാണല്ലേ? ലീവോ സാർ? ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ സതീഷിനെയും കൂട്ടി പോയിക്കോളാം. ശരി. താങ്ക് യു സാർ. ഇപ്പോൾ കാലിൻ്റെ വേദനയൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വന്നപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സാറിന് ഞങ്ങളെ കൂടുതൽ സഹായിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അന്വേഷണത്തെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതത്ര ശരിയായ ദിശയിലേക്ക് ആകാനുള്ള സാധ്യത കമ്മിയാണ്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? നടി മരിച്ച ദിവസം ബോഡി പരിശോധനയ്ക്കിടയിൽ അവിടെയുണ്ടായിരുന്ന 2 പേരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഹരിയുടെ കാർ അതുവഴി വന്നതായി യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. CCTV ഫുട്ടേജ് പരിശോധിക്കുമ്പോഴും ഹരിയുടെ കാർ അതുവഴി വന്നതായി യാതൊരു തെളിവും കിട്ടിയില്ല. പിന്നെ അപ്പോൾ ഹരിയും സജിയും? അതൊക്കെ രാഷ്ട്രീയ സമ്മർദ്ദം. ഈ പറയുന്ന സജി പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കാര്യത്തിൽ അന്വേഷണം ശരി തന്നെയാണ്. പക്ഷേ ആ കൊല നടത്തിയത് ഇവരാരുമാകാനുള്ള സാധ്യതയില്ല എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ സാർ, ഞങ്ങളിനി അന്നുണ്ടായിരുന്ന ആ 2 വിറ്റ്നസിനെയും ഒന്നുകൂടി ചോദ്യം ചെയ്താൽ ചിലപ്പോൾ... സാർ, ഈ കൊലയിൽ രഘുവിന് വല്ല പങ്കുള്ളതായി തോന്നുന്നുണ്ടോ? അതിപ്പോൾ പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ തന്നെയും ബോഡി അവിടെ ഇട്ട ശേഷം മറ്റുള്ളവരെ കൂടെ വിളിച്ചു കൂട്ടേണ്ട കാര്യം രഘുവിനില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ വഴിയിൽ കൂടെ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ശരി സാർ. സാർ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല സാർ. പിന്നെ അന്ന് കണ്ട രഘു, അയാൾ ആ സ്ഥലത്തു നിന്ന് റബ്ബർ വെട്ടുന്ന ആളായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ രഘുവിനെ കണ്ടിട്ടില്ല? ഇല്ല സാർ. ബോഡി കണ്ട് രഘു നിലവിളിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശം എത്ര ദൂരത്ത് നിന്നിട്ടുണ്ടാവും? സാർ, അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ആ സ്ഥലത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോ